കാർഷിക സർവകലാശാലയിലെ ഫീസ് കുറയ്ക്കാൻ തീരുമാനം. UG കോഴ്സുകൾക്ക് 50% ഫീസാണ് കുറയ്ക്കുക. PG കോഴ്സുകൾക്ക് 40% വരെയും ഫീസ് കുറയ്ക്കാൻ ധാരണയായി. കൃഷിമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികൾക്ക് വലിയ ഭാരമാകാത്ത ഫീസാകുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് വ്യക്തമാക്കി. കുറവ് വരുത്തും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുറവ് വരുത്തണം എന്ന നിർദ്ദേശം സർവകലാശാലയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ ഭാരമാവാത്ത തരത്തിലുള്ള ഫീസ് ഘടന മാത്രമായിരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ ഉണ്ടാവുക എന്ന് ഉറപ്പാക്കണം എന്ന് സർക്കാർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഫീസിൻ്റെ കാര്യത്തിൽ വീണ്ടും പുനഃപരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് പണത്തിൻ്റെ പേരിലൊരു തടസ്സമുണ്ടാവാൻ പാടില്ല. ആ തരത്തിലുള്ള ഇടപെടൽ സർവകലാശാല നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. ഗോപാൽ ശീല സനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ സർക്കാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫീസ് കുറയ്ക്കുകയാണ്. അത് ഫീസ് വർദ്ധിപ്പിച്ചതിന്റെ ഭാരം ഒഴിവാക്കി കൊടുക്കുന്നു അല്ലേ? കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കായി സർക്കാർ അവരുടെ ഫീസ് കുറച്ചു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. PG കോഴ്സുകൾക്ക് 40% വരെ ഫീസ് കുറയ്ക്കാനുള്ള ധാരണയായിട്ടുണ്ട്. UG കോഴ്സിനും ഫീസ് കുറയ്ക്കും. കൃഷിമന്ത്രി അത് അറിയിക്കുകയും ചെയ്തിരുന്നു. കൃഷിമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനവും ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരത്തെ നമ്മൾ കേട്ടു. ഈ ഒരു ഫീസ് വർധനവ് വിദ്യാർത്ഥികൾക്ക് വലിയ ഭാരമായി മാറിയിരുന്നു. അപ്പോൾ അത് കുറയ്ക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗോപാൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, പറയൂ. റോഷ്നി, നമ്മൾ അല്പനേരം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഫീസ് വർധനവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ വർദ്ധിപ്പിച്ച നടപടി ഒരു പരിധിവരെയെങ്കിലും പിന്നോട്ടടിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് സർവകലാശാലയിലെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം മന്ത്രി P. പ്രസാദ് വിളിച്ചിരുന്നു. യോഗത്തിൽ വൈസ് ചാൻസലർ B. അശോക് IAS, അതോടൊപ്പം തന്നെ രജിസ്ട്രാർ, ഫിനാൻസ് ഓഫീസർ എന്നിവരാണ് പങ്കെടുത്തത്. യോഗത്തിന് ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇതുപ്രകാരം അടിയന്തരമായി തന്നെ ഇതിൽ ഉചിതമായ രീതിയിൽ ഫീസ് കുറയ്ക്കണം എന്ന നിർദ്ദേശമാണ് മന്ത്രി ബന്ധപ്പെട്ട അധികൃതർക്ക്, VC-ക്കും രജിസ്ട്രാറും അടക്കമുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം UG കോഴ്സുകൾക്ക് 50% ഫീസും PG കോഴ്സുകൾക്ക് 40% ഫീസും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ധാരണയാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ അത് പ്രാഥമിക തലത്തിലുള്ള ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അത് അടുത്തത് ബോർഡ് തലത്തിലും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ചർച്ച ചെയ്തതിനു ശേഷം വേഗത്തിൽ തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന നിർദ്ദേശം കൂടി മന്ത്രി നൽകിയിട്ടുണ്ട്. വലിയ തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് കാർഷിക സർവകലാശാലയ്ക്കും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിനും ഈ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത്. SFI ആയിരുന്നു ആ പ്രതിഷേധത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. ആ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഫീസ് വർധനവിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും പിന്നോട്ട് പോകാനുള്ള തീരുമാനം ബന്ധപ്പെട്ട വകുപ്പ് എടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഭാരമാകാത്ത രീതിയിലുള്ള ഒരു ഫീസ് മാത്രമേ ഉണ്ടാകൂ എന്നതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ഫീസ് വർധന പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേക്ക് സാധിക്കില്ല. കാരണം അത്ര വലിയ സാമ്പത്തിക ബാധ്യത സർവകലാശാല നേരിടുന്നുണ്ട്. ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും സർക്കാരിന്റെ തലത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി VC B. അശോക് IAS-ന് മന്ത്രി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷ്നി, ഗോപാൽ ശീല സനലാണ് വിശദാംശങ്ങൾ നൽകിയത്.